ഹലോ ഗീസ്. അപ്പോൾ ഞാനിപ്പം മണി 3:45. നമ്മുടെ യൂട്യൂബിലെ പുതിയ നിയമങ്ങൾ നമുക്ക് വീഡിയോ ഡബ് ചെയ്യാനെന്ന് ഇനി പറ്റത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാനിപ്പോൾ എന്താണെന്നറിയോ, എൻ്റെ മക്കളിന് 5:30 ആകുമ്പോഴെത്തും ട്യൂഷനുണ്ട്. അപ്പോൾ അത് ഇംഗ്ലീഷിന് മാത്രമാണ് ഞാൻ ട്യൂഷൻ കൊടുക്കുന്നത്. കാരണം എനിക്ക് ഇംഗ്ലീഷ് ഒരുപാട് അറിയാമെന്നുള്ളതുകൊണ്ട് എൻ്റെ മക്കളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് വേറെ എടുത്ത് ട്യൂഷനായിട്ട് അല്ലേ. അപ്പോൾ മീൻ ഇന്ന് ഇഡ്ഡലിയും കടലക്കറിയാണ് കൊടുത്തു വിട്ടത്. ചോറിട്ടില്ല. അപ്പോൾ ഒരു വരുന്നതിന് മുമ്പ് ഇച്ചിരി മീൻ വാങ്ങിക്കൊണ്ട് വന്നായിരുന്നു. അപ്പം മീൻ കാണിച്ചു തരാവേ. മീനും കട്ട് ചെയ്തായിരുന്നേ, കട്ട് ചെയ്തെടുത്തു. അപ്പം എനിക്കതിന് മീൻകറിയും കുറച്ച് ചോറും കഴിയണം. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ പട്ടിക്ക് വേറെ ചോറാണേ. നമുക്കിനി വേറെ ചോറ് വയ്ക്കണം. ചോറും വെച്ച് മീൻകറി കഴിഞ്ഞ് ഞാൻ കുറച്ച് ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കിയത്. മക്കൾ വരുമ്പോൾ ചപ്പാത്തി ഉണ്ടെങ്കിൽ നല്ല ദോശ ഇട്ടാലും മതി. കടലക്കറി ഇരിക്കണം, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ഒരു വരുമ്പോൾ കഴിക്കണ്ടേ. അപ്പോൾ രാത്രി ഇനി പഠിപ്പിക്കാനും എനിക്ക് വലിയ വിവരമൊന്നുമില്ല കേട്ടോ. വെറുതെ പോയി പഠിച്ചു അത്രയുള്ളൂ. ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ അതിന് വരുമ്പോൾ റെഡിയാക്കി വെക്കണം. വീടും തൂക്കിയിട്ടില്ല. കുറേ നേരം വീഡിയോ എടുക്കും ഡിലീറ്റ് ഇതാണ്. അത് വേറൊന്നുമല്ല, ഞാൻ വീഡിയോ എടുത്തത് ആ കുട്ടി വിപഞ്ചിക സഭയിൽ സൂയിസൈഡ് ചെയ്ത കുട്ടി പോളും അതിനെക്കുറിച്ചായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെപ്പോലുള്ള സ്ത്രീകളാണല്ലോ കാരണക്കാര്. കെട്ടിച്ചിടും. അവിടെ ചെല്ലുമ്പോൾ നമ്മളെ പോലത്തെ വേറെ ഒന്നും അമ്മായിയമ്മയായിട്ടുണ്ടാവും. അവിടെ പിന്നെ നമ്മളൊക്കെ ചെറിയ ഒരു ടൈപ്പില് മോളെ പോലത്തെ ഒരു നാത്തൂനുണ്ടാവും. പിന്നെ ആ പയ്യനെ സ്വയം കൊടുക്കാതെ താണ്ട പാടിക്കൊണ്ടിരിക്കും. അപ്പൊ കെട്ടിന വീടിനെ സ്നേഹിക്കാനും കരുതാനൊന്നും സമയം കാണില്ല. കാരണം അമ്മയും പെങ്ങളും കൂടെ സഹോദരന് മോനുമായി കെട്ടുന്ന പയ്യനെ അമ്മയും പെങ്ങളും കൂടെ കുറച്ച് കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓതി കൊടുക്കും. അത് കേൾക്കണ മണ്ടന്മാരുണ്ടല്ലോ. നല്ലൊരു ജീവിതം ഉണ്ടാവും നിങ്ങൾ അനുകരുതല്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം വേണം. കെട്ടണ പെണ്ണിനെ കുറിച്ചൊരു അറിവും ഇടയ്ക്കിടയ്ക്ക് ഒരാൾക്ക് തേങ്ങയായിരിക്കണം. നല്ല ടേസ്റ്റ്. അപ്പൊ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോണത് ഒരു അമ്മയ്ക്കും സഹോദരിക്കും ഒരു ശത്രുവിനെയാണെന്ന് തോന്നുന്നു. ശരിക്കാണെങ്കിൽ എന്തിനാ പെണ്ണായിട്ടേ? നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു പുതിയ നിയമം വരണം. കല്യാണം കഴിയുന്നവരെല്ലാം സെപ്പറേറ്റ് വീട് വെച്ച് താമസിക്കണം. അമ്മയുടെ അച്ഛൻ്റെ അടുത്തൊന്നും അല്ല, ദൂരം. അല്ലാതെ ശരിയാവത്തില്ല. കുട്ടികളുടെ ജീവിതം ഇല്ലാതാക്കി പറയുന്നത്. നമ്മളെല്ലാം പറയും ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കും, ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ പറ്റില്ല. പെൺകുട്ടികൾക്ക് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിക്കും. എങ്ങനെ ജോലി കിട്ടി കല്യാണം കഴിച്ചാൽ എൻ്റെ അപ്പുറമായിരിക്കും, ജോലി കിട്ടാതെ കല്യാണം കഴിച്ചാലും എൻ്റെ അപ്പുറമായിരിക്കും. എല്ലാം കണക്കില്ല. എനിക്ക് പറഞ്ഞാൽ കല്യാണം കഴിക്കണതാണ് ശരിക്കും. അപ്പോഴേ കറക്റ്റ് ലിവിങ് ടൂതറാണ് അല്ലേ. അറേഞ്ച്ഡ് മാരേജ് നടത്തുന്നതിനേക്കാളും ലിവിങ് ടൂതറല്ലേ നല്ലത്, പറ്റും. ഞാൻ അതിനെ ഫോഴ്സ് ചെയ്യുന്നതൊന്നുമല്ല കേട്ടോ. അതൊന്നും നല്ലൊരു കൾച്ചറും അല്ല ലിവിങ് ടൂർ. പക്ഷെ ചിലപ്പം അതിലും ഇതൊക്കെ സംഭവിക്കാം. ഒന്ന് പറയാനൊക്കെ വേണ്ടാന്ന് തോന്നുമ്പോ. അപ്പൊ അതിനു വേണ്ടി ഞാനൊരു വീഡിയോ തയ്യാറാക്കിയായിരുന്നു. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു. പറഞ്ഞു അപ്പൊ ആ വീഡിയോ കൊള്ളത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ അങ്ങനെ ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ
ശരിക്കും പണ്ട് പോലെ ഉള്ളതാണ് ഈ അമ്മായിമ്മ പോലും നാത്തും പോലും അല്ല. പിന്നെ പ്രത്യേകിച്ച് ഗൾഫിൽ ഇരിക്കുന്ന പയ്യന്മാരുടെ ഒരു അഭ്യർത്ഥനയുള്ളൂ, നിങ്ങൾ കെട്ടുന്ന പെണ്ണിനെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ല, നിങ്ങളുടെ വീട്ടിലെ അച്ഛനും അമ്മയും സഹോദരങ്ങളെയും കണ്ടതേ ഉള്ളൂ, അവർ ഒരുപാട് കാലം കൊണ്ട് കാണും, ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നു. ഇതിനെ ഇപ്പം കാണുന്നതേ ഉള്ളൂ, അതുകൊണ്ട് വേറൊരു ജീവിയെ പോലെ കാണുക, എന്തോ ഒരു കടിക്കാൻ പറഞ്ഞ വേറെന്തോ ജീവിയാണെന്ന് തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റുക. അല്ലെങ്കിൽ പെണ്ണ് കേട്ടാൽ പോകണ്ട കേട്ടാ, അപ്പം മാറ്റാൻ വയ്യെങ്കിൽ. പെണ്ണ് കേട്ടാണെങ്കിൽ ആ പെണ്ണിനെ നോക്കാൻ തൻ്റെ ഇടം വേണം. സഹോദരി നോക്കാനും സഹോദരി വാക്ക് വെക്കാനും സഹോദരിക്ക് ഭർത്താവ് ഉണ്ടാവും. അമ്മായിയമ്മയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളെ മോളങ്ങ് പോകും മുടിയും തട്ടി. പക്ഷേ മരുമോളെ കാണുള്ളൂ ചിലയിടത്തൊക്കെ. ചിലയിടത്തൊന്നും അങ്ങനെയില്ല കേട്ടോ, മക്കൾ നോക്കണവരുണ്ട്. എൻ്റെയൊക്കെ വീട്ടിൽ ഇവിടെയൊക്കെ അമ്മയൊക്കെ നോക്കുന്ന സ്വന്തം മക്കളൊക്കെ തന്നെയാണ്. നമ്മൾ പറ്റുമെങ്കിൽ നോക്കില്ല എന്നൊന്നുമില്ല, നമ്മൾ ആരും നോക്കാതെ ഒന്നും വിടുന്ന ടൈപ്പുള്ളൊന്നുമല്ല, നോക്കിയൊക്കെ ചെയ്യും. നമ്മളെ അടുത്തൊന്നും പറയാറില്ല അവരാരും, ഞാൻ അറിഞ്ഞാൽ നമ്മൾ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ പക്ഷെ ഇത് കുറച്ച് കടുത്തു പോയി കേട്ടാ. ഈ കുട്ടികളെ കൊണ്ടിട്ട് അവളുടെ മുടി മുറിച്ച് കളയുക, അവളുടെ അമ്മ പറയണ കേട്ടപ്പോഴേക്കും നെഞ്ച് പൊട്ടിപ്പോയി. കാരണം എനിക്ക് ഒരു മകളുണ്ട്. ഞാൻ അവള് ജനിച്ച് ഒരു LKG UKG പഠിച്ച് വരണ സമയത്തേ ഞാൻ പറഞ്ഞു, മക്കളെ പഠിക്കണം, നല്ലൊരു ജോലി നേടണം, കല്യാണം വേണമെങ്കിൽ കഴിച്ചാണ്. എൻ്റെ അഭിപ്രായം അതാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലും പെൺകുട്ടികളൊക്കെ ഉണ്ട്, ആരും സമ്മതിക്കുന്നില്ല. ഇങ്ങനത്തെയൊക്കെ നാട്ടുകാരായുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളാണ് മാറേണ്ടത്. നമ്മൾ സ്ത്രീകൾ മാറണം, അല്ലാതെ വരുന്ന പെൺകുട്ടി മാറാൻ പോണില്ല. വേണമെങ്കിൽ നമ്മൾ മാറും. ഇന്നത്തെ കാലം മാറും കേട്ടോ. എല്ലാ അമ്മായിയമ്മയും നാത്തൂന്മാരോട് പറയുന്നു, ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ കംപ്ലീറ്റ് കരാട്ടെ, കുൻഫു കരാട്ടെയൊക്കെ പഠിച്ചിരിക്കുന്നു. അവരെടുത്ത് കളിച്ചാ പണി പാളോ മക്കളെ. അതുകൊണ്ട് കളിക്കാൻ വേണ്ടി നിൽക്കല്ലേ. ഇതുവരെ കളിച്ചതുപോലെ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. എൻ്റെ എല്ലാ അമ്മായിയമ്മമാരും നാത്തൂന്മാരും പോര് നടത്തുന്നവരോട് ഇത്രയേ ഉള്ളൂ പറയാൻ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ മീൻകറി വയ്ക്കാൻ പോണ്. അതിന് തേങ്ങ തിരുവി കഴിഞ്ഞു. എനിക്ക് ഇച്ചിരി കൂടുതൽ തേങ്ങ വേണം. എന്താ മക്കൾ ഇതിൻ്റെ കറി ഗ്രേവിയാണ് കഴിക്കുന്നത്. അവർ പറയും മഞ്ഞളും ഉപ്പും മാത്രമേ കഴിക്കുന്നത്. അതിന് വലിയ ടേസ്റ്റ് ഉണ്ടാവും. എനിക്കറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ. ഞാൻ കഴിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. പല ടൈപ്പ് കറികളും പലതും ഒക്കെ ഉണ്ടാക്കുന്നത് കാണാറുണ്ട് യൂട്യൂബിലും ഒക്കെ. പക്ഷെ എല്ലാം നമുക്ക് സ്യൂട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ചില ഐറ്റംസ് ഒന്നിച്ചിട്ട് കഴിക്കുന്നത് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മുടെ പഴയ ആഹാരം, എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഉണ്ടാക്കി തന്നോലേക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പോൾ ഞാനിതിവിടെ നിർത്തണം, അതിൻ്റെ ചെയ്യണം. അപ്പോൾ ഞാൻ തേങ്ങ കഴിച്ച് വയറ് വീർത്ത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തേങ്ങ വരുത്തിരി പോയിട്ട് തേങ്ങ വരുത്തുന്നാൽ മതി, വയറ് വീർക്കും. പിന്നെ എന്താ പറയാൻ, ജോലി കിടക്കണു, സമയം എന്താ പൊക്കോണ്ടേയിരിക്കണു. അപ്പോൾ ഇന്ന് ഇത്രയും മതി, ഞാൻ വൈൻഡപ്പ് ചെയ്യണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, എന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ലൈക്ക് ഇടാതെ പോവല്ലേ. തേങ്ങ നിന്ന് വയറ് തീർത്തതിൻ്റെ അമ്പൊക്കെ വന്നത് കേട്ടോ. ഓക്കെ, ബൈ ബൈ. കാണാം നമുക്ക് കേട്ടോ, കാണാം. ഓക്കെ.